ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 7. അതിരാവിലെ എഴുന്നേറ്റ് ഹരോദ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചത് ആരെല്ലാമാണ്? ജെറുബാലും ഗിദെയോനും സംഘവും. മിദിയാന്റെ താവളം സ്ഥിതി ചെയ്തിരുന്നത് എവിടെ? വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വരയിൽ. നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല എന്ന് ആരോടാണ് പറഞ്ഞത്? കർത്താവ് ഗിദെയോനോട്. നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല എന്ന് കർത്താവ് ഗിദെയോനോട് പറയാൻ കാരണം, കർത്താവ് പറയുന്നു, സ്വന്തം കൈകൊണ്ടു തന്നെ രക്ഷ പ്രാപിച്ചു എന്ന് എൻ്റെ നേരെ നോക്കി നിങ്ങൾ വീമ്പടിച്ചേക്കും. അതുകൊണ്ട് ഭയന്നു വിറയ്ക്കുന്നവർ എങ്ങോട്ട് തിരിച്ചു പോയിക്കൊള്ളാൻ ജനത്തോട് പറയണം എന്നാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്. ഭയന്നു വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. ഭയന്ന് വീടുകളിലേക്ക് പോയവർ എത്ര? 20,000 പേർ. 20,000 പേർ പോയതിനു ശേഷം അവശേഷിച്ചവർ എത്ര? 10,000 പേർ. 4-ാം വചനത്തിൽ കർത്താവ് വീണ്ടും ഗിദെയോനോട് പറഞ്ഞത് എന്ത്? ജനങ്ങൾ ഇപ്പോഴും അധികമാണ്. ജനങ്ങളെ എങ്ങോട്ട് കൊണ്ടുവരാനാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? ജലാശയത്തിലേക്ക്. ജലാശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരേണ്ടത് എന്തിന്? ഗിദെയോനു വേണ്ടി പരിശോധിക്കാൻ. പരിശോധിച്ച് തിരഞ്ഞെടുക്കുവാൻ കർത്താവ് പറഞ്ഞ നിബന്ധന എന്ത്? ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ. പോരണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരണ്ട. ഗിദെയോൻ ജനത്തെ എന്തിനു സമീപമാണ് കൊണ്ടുവന്നത്? ജലത്തിനു സമീപം. ആരെ മാറ്റി നിർത്തണം എന്നാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? നായെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ. കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിക്കുന്നവർ എത്ര പേരായിരുന്നു? 300 പേർ. വേറെ നിർത്തുക എന്ന് കർത്താവ് പറഞ്ഞത് ആരെ? മുട്ടുകുത്തി കുടിക്കുന്നവരെ. ഗിദെയോന്റെ കയ്യിൽ ആരെ ഏൽപ്പിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്? മിദിയാൻകാരെ. ഗിദെയോൻ ജനങ്ങളുടെ കയ്യിൽ നിന്നും ശേഖരിച്ചത് എന്തെല്ലാം? കാഹളങ്ങളും ഭരണികളും. 300 പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിനെ എങ്ങോട്ടേക്കാണ് ഗിദെയോൻ തിരികെ അയച്ചത്? സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു. മിദിയാൻകാരുടെ താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? താഴ്വരയിൽ. എഴുന്നേറ്റ് താവളത്തിന് അരികിലേക്ക് ചെല്ലുക, ഞാനത് നിനക്ക് വിട്ടുതന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞത് ആരോടാണ്? ഗിദെയോനോട്. പൂര ആരുടെ ഭൃത്യനായിരുന്നു? ഗിദെയോന്റെ. എങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ പൂരെ കൂടി കൊണ്ടുപോവുക എന്ന് കർത്താവ് പറഞ്ഞത് എവിടേക്കാണ്? താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ആര് പറഞ്ഞത് കേൾക്കുക എന്നാണ് കർത്താവ് ഗിദെയോനോട് പറഞ്ഞത്? ഭൃത്യൻ പൂര. ഭൃത്യനായ പൂരായോടുകൂടി പുറം താവളത്തിലേക്ക് ഇറങ്ങിച്ചെന്നത് ആരെല്ലാം? 300 പേർ. താഴ്വരയിൽ വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നത് ആരായിരുന്നു? മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ, ഇവരുടെ കൂട്ടം. കടൽ തീരത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു ആര്? അവരുടെ ഒട്ടകങ്ങൾ. സ്നേഹിതനോട് സ്വപ്നം വിവരിക്കുന്നത് കേട്ട് ചെന്നതാര്? ഗിദെയോൻ. മിദിയാൻകാരുടെ താവളത്തിലേക്ക് ഉരുണ്ടുരുണ്ടു വന്ന് കൂടാരത്തിന്മേൽ തട്ടിയത് എന്ത്? ഒരു ബാർലിയപ്പം. ബാർലിയപ്പം കൂടാരത്തിന്മേൽ തട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? കൂടാരം മേൽക്കീഴായി മറിഞ്ഞ് നിലം പരിച്ചായി. ബാർലിയപ്പം എന്താണെന്നാണ് സ്വപ്നം കേട്ടുനിന്ന സ്നേഹിതർ പറഞ്ഞത്? ഗിദെയോന്റെ വാൾ. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് 7:14 പറയുന്നത്? ഗിദെയോന്റെ കൈകളിൽ ദൈവം മിദിയാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു. സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ദൈവത്തെ വണങ്ങിയത് ആര്? ഗിദെയോൻ. സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും കേട്ട ഗിദെയോൻ ഇസ്രായേലിൻ്റെ താവളത്തിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞത് എന്ത്? എഴുന്നേൽക്കുവിൻ, കർത്താവ് മിദിയാൻ സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഗിദെയോൻ 300 പേരെ എത്ര ഗണങ്ങളായി തിരിച്ചു? 3 ഗണങ്ങളായി തിരിച്ചു. 3 ഗണങ്ങളായി തിരിച്ചവരുടെ കൈകളിൽ ഗിദെയോൻ എന്താണ് കൊടുത്തത്? കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും. കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും നൽകിക്കൊണ്ട്
ഗിദെയോൻ പറഞ്ഞതെന്ത്? എന്നെ നോക്കുവിൻ, ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യുവിൻ. പാളയത്തിൻ്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങളും ചെയ്യണം. ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്തു ചെയ്യണം എന്നാണ് ഗിദെയോൻ പറഞ്ഞത്. പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിദെയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിൻ്റെ അതിർത്തിയിൽ എത്തിയത് എപ്പോഴാണ്? മധ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ. പാളയത്തിൻ്റെ അതിർത്തിയിലെത്തിയ അവർ എന്താണ് ചെയ്തത്? അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. എത്ര ഗണങ്ങളാണ് കാഹളം മുഴക്കിയത്? 3 ഗണങ്ങൾ. അവർ കാഹളവും പന്തവും പിടിച്ചത് എങ്ങനെ? ഇടതുകൈയിൽ പന്തവും വലതുകൈയിൽ കാഹളവും പിടിച്ചു. ഇടതുകൈയിൽ പന്തവും വലതുകൈയിൽ കാഹളവും പിടിച്ചുകൊണ്ട് അവർ ആർത്തു വിളിച്ചത് എന്ത്? കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ. താവളത്തിനു ചുറ്റും ഓരോരുത്തരും എവിടെയാണ് നിന്നത്? താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നു. ശത്രുസേന എങ്ങനെയാണ് ഓടി രക്ഷപ്പെട്ടത്? അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. എത്ര കാഹളങ്ങളാണ് പാളയത്തിൽ മുഴങ്ങിയത്? 300 കാഹളം. 300 കാഹളങ്ങൾ മുഴങ്ങിയപ്പോൾ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചത് എന്ത്? കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ. കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചതനുസരിച്ച് പട്ടാളം ഓടിയത് എവിടെ വരെ? പട്ടാളം സെരേറ ലക്ഷ്യമാക്കി ബത്ഷിത്ത വരെയും തബാത്തിൽ കൂടി അബൽമെഹോലായുടെ അതിരുവരെയും ഓടി. മിദിയാൻകാരെ പിന്തുടർന്നത് ആരെല്ലാമാണ്? നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ. ഗിദെയോൻ എഫ്രായീം മലനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ച് പറഞ്ഞത് എന്താണ്? മിദിയാൻകാർക്കെതിരെ ഇറങ്ങി വരുവിൻ, ബത്ബറായും ജോർദാനും വരെയുമുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവിൻ. നഫ്താലി, ആഷേർ, മനാസെ ഗോത്രങ്ങളിൽപ്പെട്ട ഇസ്രായേൽക്കാർ മിദിയാൻകാരെ പിന്തുടരവേ പിടികൂടിയ മിദിയാൻ പ്രഭുക്കന്മാർ ആരെല്ലാം? ഓറെബ്, സേബ്. ഓറബിനെ കൊന്നുകളഞ്ഞത് എവിടെ വച്ച്? ഓറബ് ശിലയിൽ വച്ച്. സേബിനെ വധിച്ചത് എവിടെ വച്ചാണ്? സേബ് മുന്തിരിച്ചക്കിനരികെ വച്ച്. ഓറബിൻ്റെയും സേബിൻ്റെയും തലകൾ ആരുടെ അടുത്താണ് കൊണ്ടുവന്നത്? ഗിദെയോൻ്റെ അടുത്ത്. അധ്യായം 8. യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തത് എന്ത് എന്ന് ഗിദെയോനോട് ആരാണ് ചോദിച്ചത്? എഫ്രായീംകാർ. നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരമാണ് എന്ന് ആരോട് പറഞ്ഞു? ഗിദെയോൻ എഫ്രായീംകാരോട്. അബിയേസറിലെ മുന്തിരിക്കൊയ്ത്തിനേക്കാൾ എത്രയോ മെച്ചമെന്ന് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? എഫ്രായീമിലെ കാലാപെറുക്കൽ. ഏതു പ്രഭുക്കന്മാരെയാണ് ദൈവം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്ന് എഫ്രായീംകാരോട് ഗിദെയോൻ പറഞ്ഞത്? ഓറബിനെയും സേബിനെയും. എന്തു കേട്ടപ്പോഴാണ് എഫ്രായീംകാരുടെ കോപം ശമിച്ചത്? നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരമെന്ന് ഗിദെയോൻ പറഞ്ഞപ്പോൾ. ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്ന് ആര്? ഗിദെയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന 300 പേരും. ഗിദെയോൻ സുക്കോത്തിലെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ്? ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. താൻ ആരെ പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ് എന്നാണ് ഗിദെയോൻ സുക്കോത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. മിദിയാൻ രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും. സുക്കോത്തിലെ പ്രമാണികൾ ഗിദെയോനോട് ചോദിച്ചത് എന്താണ്? സേബായും സൽമുന്നായും നിന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞോ? എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ളുകൊണ്ടും ഞാൻ ചീന്തിക്കളയുമെന്ന് ഗിദെയോൻ ആരോടാണ് പറഞ്ഞത്? സുക്കോത്തിലെ പ്രമാണികളോട്. സുക്കോത്തിൽ നിന്ന് ഗിദെയോനും അനുയായികളും പോയത് എവിടേക്കാണ്? പെനുവേലിലേക്ക്. ഗിദെയോൻ പെനുവേൽ നിവാസികളോട് എന്താണ് പറഞ്ഞത്? വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തുകളയും. സേബായും സൽമുന്നായും എവിടെയാണ് താവളമടിച്ചിരുന്നത്? കാർക്കോറിൽ താവളമടിച്ചിരുന്നു. സേബായും സൽമുന്നായും എത്ര ഭടന്മാരോടു കൂടെയാണ് കാർക്കോറിൽ താവളം അടിച്ചിരുന്നത്? 15,000-ഓളം ഭടന്മാരോടുകൂടെ. യുദ്ധം ചെയ്തവരിൽ
എത്ര പേരാണ് കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെട്ടത്? 120,000. ഗിദെയോൻ ഏതിലൂടെ ചെന്നാണ് സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന സൈന്യത്തെ ആക്രമിച്ചത്? നോബാഹിനും യോഗ്ബയായ്ക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന്. ഗിദെയോന്റെ ആക്രമണത്തിൽ ആരെല്ലാമാണ് പലായനം ചെയ്തത്? സേബായും സൽമുന്നായും. പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടാക്കി എന്ത്? പലായനം ചെയ്ത സേബായെയും സൽമുന്നായെയും ഗിദെയോൻ പിന്തുടർന്ന് പിടിച്ചതുകൊണ്ട്. സേബായെയും സൽമുന്നായെയും പിടിച്ചതിനു ശേഷം ഗിദെയോൻ ഏതു വഴിക്കാണ് പടക്കളത്തിൽ നിന്ന് മടങ്ങിയത്? ഹേറസ് കയറ്റം വഴി. സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ ഗിദെയോൻ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തത് എവിടെ വച്ച്? ഗിദെയോൻ പടക്കളത്തിൽ നിന്ന് മടങ്ങും വഴി. സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ എത്ര ആളുകളുടെ പേരുകളാണ് ഗിദെയോന് എഴുതി കൊടുത്തത്? പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ 77 ആളുകളുടെ പേര്. സേബായെയും സൽമുന്നായെയും പിടിച്ചുകെട്ടി ആരുടെ മുൻപിലാണ് ഗിദെയോൻ കൊണ്ടുവന്നത്? സുക്കോത്തിലെ ജനങ്ങളുടെ മുൻപിൽ. സുക്കോത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി ഗിദെയോൻ എന്താണ് ചെയ്തത്? കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു. ഗിദെയോൻ പെനുവേൽ നിവാസികളോട് എന്താണ് ചെയ്തത്? അവൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി. താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെയെന്ന് ഗിദെയോൻ ആരോടാണ് ചോദിച്ചത്? ഗിദെയോൻ സേബായോടും സൽമുന്നായോടും. താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെയെന്ന ഗിദെയോന്റെ ചോദ്യത്തിന് സേബായും സൽമുന്നായും പറഞ്ഞ മറുപടി എന്തായിരുന്നു? നിന്നെപ്പോലെ തന്നെയായിരുന്നു അവർ ഓരോരുത്തരും. അവർ രാജകുമാരന്മാർക്ക് സദൃശ്യരായിരുന്നു. എൻ്റെ സഹോദരന്മാരായിരുന്നു എന്നതിന് മറ്റൊരു വാക്ക് എന്ത്? എൻ്റെ അമ്മയുടെ പുത്രന്മാർ. നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു. ആര് ആരോട് പറഞ്ഞു? ഗിദെയോൻ സേബായോടും സൽമുന്നായോടും. ഗിദെയോന്റെ ആദ്യജാതന്റെ പേര് യദറിൻ. എഴുന്നേറ്റ് അവരെ കൊല്ലുക. ആര് ആരോട് പറഞ്ഞു? ഗിദെയോൻ യദറിനോട്. എന്നാൽ ആ യുവാവ് വാൾ ഊരിയില്ല. എന്തുകൊണ്ട്? നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു. യദറിൻ സേബായെയും സൽമുന്നായെയും കൊല്ലാൻ ഭയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? നീ തന്നെ ഞങ്ങളെ കൊല്ലും. ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവൻ്റെ ബലവും. സേബായെയും സൽമുന്നായെയും വധിച്ചത് ആര്? ഗിദെയോൻ. സേബായെയും സൽമുന്നായെയും വധിച്ചതിനു ശേഷം ഗിദെയോൻ എടുത്തത് എന്താണ്? ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ. നീയും നിന്റെ പൗത്രന്മാരും ഞങ്ങളെ ഭരിക്കുക എന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തിൻ്റെ ഈ ആവശ്യത്തിന് ഗിദെയോൻ പറഞ്ഞ മറുപടി എന്ത്? ഞങ്ങളല്ല, കർത്താവാണ് നിങ്ങളെ ഭരിക്കുക. ഗിദെയോൻ ഇസ്രായേൽക്കാരോട് ആവശ്യപ്പെട്ടത് എന്ത്? കൊള്ള ചെയ്തു കിട്ടിയ കർണാഭരണങ്ങൾ. മിദിയാൻകാർ ആരായിരുന്നു? ഇസ്മായേല്യർ. എത്ര തൂക്കം കർണാഭരണങ്ങളാണ് ഗിദെയോന് ലഭിച്ചത്? 1700 ഷെക്കൽ. സ്വർണകുണ്ടലത്തിന് പുറമെ എന്തെല്ലാം ആഭരണങ്ങളാണ് ഉണ്ടായിരുന്നത്? കർണാഭരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട. സ്വർണകുണ്ടലം കൊണ്ട് ഗിദെയോൻ എന്താണ് നിർമ്മിച്ചത്? ഒരു എഫോദ്. ഗിദെയോൻ എഫോദ് സ്ഥാപിച്ചത് എവിടെയാണ്? തൻ്റെ പട്ടണമായ ഒഫ്രായിൽ സ്ഥാപിച്ചു. എന്താണ് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നത്? ഒഫ്രായിൽ സ്ഥാപിച്ച എഫോദിനെ ഇസ്രായേൽക്കാർ ആരാധിച്ചു, കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. ഇത് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നു. ഗിദെയോന്റെ കാലത്ത് എത്ര വർഷമാണ് ദേശത്ത് ശാന്തി നിലനിന്നത്? 40 വർഷം. യോവാഷിന്റെ മകന്റെ പേര് ജെരുബാൽ. ഗിദെയോന് തൻ്റെ ഭാര്യമാരിൽ എത്ര പുത്രന്മാർ ജനിച്ചു? 70 പുത്രന്മാർ. ഉപനാരിയിലുണ്ടായ പുത്രന് ഗിദെയോനിട്ട പേര് എന്താണ്? അബിമേലെക്ക്. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ എങ്ങനെയാണ് മരിച്ചത്? വൃദ്ധനായി മരിച്ചു. ഗിദെയോനെ സംസ്കരിച്ച സ്ഥലം ഏത്? അബിയേസർ വംശജരുടെ ഓഫ്രായിൽ. ഗിദെയോനെ ആരുടെ കല്ലറയിലാണ് സംസ്കരിച്ചത്? പിതാവായ യോവാഷിന്റെ കല്ലറയിൽ. ഗിദെയോൻ മരിച്ച ഉടനെ ഇസ്രായേൽ എന്താണ് ചെയ്തത്? കർത്താവിനോട് അവിശ്വസ്തത കാട്ടി ബാൽദേവന്മാരെ ആരാധിച്ചു. ബാൽബറിത്തിനെ തങ്ങളുടെ ദൈവമാക്കി.
ഇസ്രായേൽ ആരെയാണ് സ്മരിക്കാത്തത്? ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ. ഇസ്രായേൽ മറക്കുകയും ഒട്ടും കരുണ കാണിക്കുകയും ചെയ്തില്ല എന്ന് പറയുന്നത് ആരോടാണ്? ജെറുബ്ബാൽ ഗിദെയോനോട്. അധ്യായം 9. ജെറുബ്ബാലിൻ്റെ ദാസിയിലുണ്ടായ പുത്രൻ അബിമേലെക്ക്. അബിമേലെക്കിൻ്റെ അമ്മയുടെ ദേശം ഷെക്കേം. ജെറുബ്ബാലിൻ്റെ 70 പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഇങ്ങനെ ചോദിക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത്? അബിമേലെക്ക് ഷെക്കേം നിവാസികളായ തൻ്റെ അമ്മയുടെ ബന്ധുക്കളെയും വംശക്കാരെയും. ഞാൻ എന്താണെന്ന് ഓർക്കണം എന്നാണ് ഷെക്കേം നിവാസികളോട് അബിമേലെക്ക് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്ന്. അബിമേലെക്കിൻ്റെ ആവശ്യം ഷെക്കേം നിവാസികളെ അറിയിച്ചത് ആര്? അബിമേലെക്കിൻ്റെ അമ്മയുടെ ബന്ധുക്കൾ. അബിമേലെക്കിൻ്റെ ആവശ്യം ഷെക്കേം നിവാസികൾ എന്തു പറഞ്ഞാണ് സ്വീകരിച്ചത്? അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് പറഞ്ഞ്. അബിമേലെക്കിനെ സ്വീകരിച്ചതായി കാണപ്പെട്ട അടയാളം എന്ത്? ബാൽബറിത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയമെടുത്ത് അവർ അബിമേലെക്കിന് കൊടുത്തു. ഷെക്കേം നിവാസികൾ അബിമേലെക്കിന് എത്ര വെള്ളി നാണയം കൊടുത്തു? 70 വെള്ളി നാണയം. അബിമേലെക്ക് തൻ്റെ അനുയായികളാക്കിയത് ആരെ? കുറേ ചട്ടമ്പികളെ. തൻ്റെ അനുയായികളുമായി അബിമേലെക്ക് പോയത് എവിടേക്ക്? ഓഫ്രായിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക്. അബിമേലെക്ക് ജെറുബ്ബാലിൻ്റെ 70 മക്കളെ എന്തു ചെയ്തു? 70 പേരെയും ഒരേ കല്ലിൽ വച്ച് കൊന്നു. ജെറുബ്ബാലിൻ്റെ ഇളയ പുത്രൻ്റെ പേര് യോത്താം. അബിമേലെക്കിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെ? ഒളിച്ചിരുന്നതുകൊണ്ട്. ആരെല്ലാം ഒന്നിച്ചു ചേർന്നാണ് ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച് അബിമേലെക്കിനെ രാജാവായി വാഴിച്ചത്? ഷെക്കേമിലെയും ബാത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി. യോത്താം ഏതു മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഷെക്കേം നിവാസികളോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്? ഗരിസീം മലയുടെ മുകളിൽ കയറി നിന്ന്. ഗരിസീം മലയുടെ മുകളിൽ കയറി നിന്ന് യോത്താം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഷെക്കേം നിവാസികളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചത് ആരെന്നാണ് 9-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നത്? വൃക്ഷങ്ങൾ. ഞങ്ങളുടെ മേൽ വാഴുക എന്ന് ആരോടാണ് പറഞ്ഞത്? ഒലിവുമരത്തോട്. രാജാവാകാൻ ഒലിവുമരത്തോട് ചോദിച്ചപ്പോൾ മറുപടി എന്തായിരുന്നു? ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ? ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എൻ്റെ അവകാശവാദം ആരുടേതാണ്? ഒലിവുമരത്തിൻ്റെ. രണ്ടാമതായി നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് വൃക്ഷങ്ങൾ ഏതു മരത്തോടാണ് പറഞ്ഞത്? അത്തിമരത്തോട്. നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന വൃക്ഷങ്ങളുടെ ചോദ്യത്തിന് അത്തിമരം നൽകിയ മറുപടി എന്തായിരുന്നു? രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? മൂന്നാമതായി നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് വൃക്ഷങ്ങൾ ഏതു മരത്തോടാണ് പറഞ്ഞത്? മുന്തിരിയോട്. നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന വൃക്ഷങ്ങളുടെ ചോദ്യത്തിന് മുന്തിരി നൽകിയ മറുപടി എന്തായിരുന്നു? ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞുപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ? നാലാമതായി നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് വൃക്ഷങ്ങൾ ആരോടാണ് പറഞ്ഞത്? മുൾപ്പടർപ്പ്. ഞങ്ങളുടെ മേൽ വാഴുക എന്ന വൃക്ഷങ്ങളുടെ ചോദ്യത്തിന് മുൾപ്പടർപ്പ് കൊടുത്ത മറുപടി എന്തായിരുന്നു? നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ. അല്ലാത്ത പക്ഷം മുൾപ്പടർപ്പിൽ നിന്ന് തീയിറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമേലെക്കിനെ രാജാവാക്കുന്നത് എന്ന് ഷെക്കേം നിവാസികളോട് ചോദിച്ചത് ആര്? യോത്താം. യോത്താം ഷെക്കേമിനെതിരെ ഉയർത്തിയ ചോദ്യങ്ങൾ എന്തെല്ലാം? നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവൻ്റെ 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വച്ച് നിങ്ങൾ വധിച്ചു. എൻ്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമേലെക്കിനെ ഷെക്കേമിൽ രാജാവായി വാഴിച്ചു. ആരിൽ നിന്ന് തീയിറങ്ങി ഷെക്കേമിലെയും ബാത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ എന്നാണ് യോത്താം പറഞ്ഞത്? അബിമേലെക്കിൽ നിന്ന്. യോത്താം ആരെ ഭയന്നാണ് പലായനം ചെയ്തത്?
സഹോദരനായ അബിമേലെക്കിനെ. യോത്താം പിന്നീട് താമസിച്ചതെവിടെ? ബേറിൽ. എത്ര വർഷമാണ് അബിമേലെക്ക് ഇസ്രായേൽ ഭരിച്ചത്? 3 വർഷം. അബിമേലെക്കിനും ശെക്കേം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം അയച്ചത് ആരെ? ഒരു ദുരാത്മാവിനെ. ഒരു ദുരാത്മാവിനെ ആരുടെ ഇടയിലേക്കാണ് അയച്ചത്? അബിമേലെക്കിനും ശെക്കേം നിവാസികൾക്കും ഇടയിലേക്ക്. ദുരാത്മാവിൻ്റെ സ്വാധീനം കൊണ്ട് ശെക്കേം നിവാസികൾ ആരെയാണ് വഞ്ചിച്ചത്? അബിമേലെക്കിനെ. ജെറുബ്ബാലിൻ്റെ 70 മക്കളോട് അബിമേലെക്ക് ചെയ്ത ക്രൂരതയ്ക്ക് പ്രതികാരം ഉണ്ടായത് എങ്ങനെ? ശെക്കേം നിവാസികൾ ദുരാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് അബിമേലെക്കിനെ വഞ്ചിച്ചപ്പോൾ. കൊല്ലപ്പെട്ട ജെറുബ്ബാലിൻ്റെ മക്കളുടെ രക്തം ആരുടെ മേലാണ് പതിച്ചത്? അബിമേലെക്കിൻ്റെയും കൂട്ടുനിന്ന ശെക്കേംകാരുടെയും. മലമുകളിൽ അബിമേലെക്കിനെതിരെ ആളുകളെ പതിയിരുത്തിയത് ആരാണ്? ശെക്കേംകാർ. ശെക്കേംകാർ ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും എന്തു ചെയ്തു? കൊള്ളയടിച്ചു. മുകളിൽ പതിയിരുന്ന ആളുകൾ ആ വഴിയെ കടന്നുപോയവരെ കൊള്ളയടിച്ച വിവരം അറിഞ്ഞത് ആര്? അബിമേലെക്ക്. ഏബദിൻ്റെ പുത്രൻ ഗാൽ. ഏബദിൻ്റെ പുത്രൻ ഗാൽ തൻ്റെ ബന്ധുക്കളോടൊപ്പം നീങ്ങിയത് എങ്ങോട്ട്? ശെക്കേമിലേക്ക്. ശെക്കേം നിവാസികൾ വിശ്വാസമർപ്പിച്ചത് ആരിൽ? ഏബദിൻ്റെ പുത്രൻ ഗാലിൽ. ഏബദിൻ്റെ പുത്രൻ ഗാലും ഉത്സവം ആഘോഷിച്ചത് എങ്ങനെ? വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ്. ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് ബാലും ബന്ധുക്കളും ചെയ്തത് എന്ത്? അബിമേലെക്കിനെ ശപിച്ചു. ശെക്കേമിൻ്റെ പിതാവ് ഹാമോർ. ഈ ജനം എൻ്റെ കീഴിലായിരുന്നു എങ്കിൽ ഞാൻ അബിമേലെക്കിനെ വകവരുത്തുമായിരുന്നു പറഞ്ഞത് ആര്? ഏബദിൻ്റെ പുത്രൻ ഗാൽ. ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ കോപം ജ്വലിച്ചത് ആർക്ക്? നഗരാധിപനായ സെബൂളിന്. ഗാൽ പറഞ്ഞത് കേട്ട് കോപാകുലനായ സെബൂൾ ആരുടെ അരികിലേക്കാണ് ദൂതന്മാരെ അയച്ചത്? അബിമേലെക്കിൻ്റെ. സെബൂൾ ദൂതന്മാർ വഴി അബിമേലെക്കിനെ അറിയിച്ചത് എന്ത്? ഗാലും അവൻ്റെ ആളുകളും ശെക്കേമിൽ വന്നിരിക്കുന്നു, നിനക്കെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു. സെബൂൾ അബിമേലെക്കിനോട് ആവശ്യപ്പെട്ടത് എന്ത്? രാത്രി വയലിൽ പതിയിരിക്കുക. എപ്പോൾ പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കണമെന്നാണ് സെബൂൾ അബിമേലെക്കിന് നൽകിയ നിർദ്ദേശം? സൂര്യൻ ഉദിച്ചുയരുമ്പോൾ. അബിമേലെക്കും സൈന്യവും എത്ര ഗണമായി തിരിഞ്ഞാണ് പതിയിരുന്നത്? 4 ഗണമായി തിരിഞ്ഞ്. നഗരകവാടത്തിൻ്റെ മുൻപിൽ നിലയുറപ്പിച്ചത് ആര്? ഗാൽ. ഗാൽ നഗരകവാടത്തിൻ്റെ മുൻപിൽ നിലയുറപ്പിച്ചപ്പോൾ അബിമേലെക്കും സൈന്യവും എന്തു ചെയ്തു? ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. അബിമേലെക്കിൻ്റെ സൈന്യം ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് കണ്ട് ഗാൽ സെബൂളിനോട് പറഞ്ഞത് എന്ത്? അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നുവെന്ന് ഗാൽ സെബൂളിനോട് പറഞ്ഞപ്പോൾ സെബൂൾ പറഞ്ഞ മറുപടി എന്ത്? മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. എവിടെ നിന്നെല്ലാം ആളുകൾ വരുന്നതായിട്ടാണ് ഗാൽ സെബൂളിനോട് പറഞ്ഞത്? ദേശത്തിൻ്റെ മധ്യത്തിൽ നിന്നും, ശകുനക്കാരുടെ ഒക്കുമരത്തിൻ്റെ ഭാഗത്തു നിന്നും. നീ തന്നെ പോയി അവരോട് പൊരുതുക. ആര് ആരോട് പറഞ്ഞു? സെബൂൾ ഗാലിനോട്. ഗാൽ ആരുടെ നേതാവായിട്ടാണ് അബിമേലെക്കിനോട് പോരാടിയത്? ശെക്കേം നിവാസികളുടെ. അബിമേലെക്ക് ഗാലിനെ തുരത്തിയതിനു ശേഷം താമസമാക്കിയത് എവിടെ? 6 മൈൽ. ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ശെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതിരുന്നത് ആര്? സെബൂൾ. ജനങ്ങൾ വയലിലേക്ക് പോയതറിഞ്ഞ് സേനയെ 3 ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തിയത് ആര്? അബിമേലെക്ക്. അബിമേലെക്ക് സേനയെ എത്ര ഗണമായി തിരിച്ചു? 3 ഗണമായി. അബിമേലെക്കും 1 ഗണവും ജനത്തിനെതിരെ നിന്നത് എവിടെ? നഗരകവാടത്തിൽ. മറ്റ് 2 ഗണങ്ങൾ ആർക്കെതിരെ യുദ്ധം ചെയ്തു? വയലിൽ നിന്നവരോട്. അബിമേലെക്ക് പട്ടണനിവാസികളെ കൊല്ലുകയും പട്ടണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ട് എന്താണ് ചെയ്തത്? ഉപ്പുവിതറി. അബിമേലെക്ക് ചെയ്തതറിഞ്ഞപ്പോൾ ഗോപുരവാസികൾ ഏതു കോട്ടയിൽ കടന്നു? എൽബെരിത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ. ശെക്കേം ഗോപുരനിവാസികൾ മുഴുവൻ ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ തടിച്ചുകൂടിയിരിക്കുന്ന വിവരം ലഭിച്ചത് ആർക്ക്? അബിമേലെക്കിന്.
അബിമേലെക്കിന് കിട്ടിയ വിവരമനുസരിച്ച് അബിമേലെക്ക് പടയാളികളുമായി പോയത് എവിടേക്ക്? സൽമോൻ മലയിലേക്ക്. സൽമോൻ മലയിൽ നിന്ന് അബിമേലെക്കും പടയാളികളും കയ്യിൽ കരുതിയത് എന്ത്? ഒരു കെട്ട് വിറക്. അബിമേലെക്കും പടയാളികളും തങ്ങളെടുത്ത വിറക് കെട്ട് ഉപയോഗിച്ചത് എന്തിന്? എൽബരത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയോട് ചേർത്തിട്ട് തീ വച്ചു. കോട്ടയോട് ചേർത്തിട്ട് അബിമേലെക്ക് തീ വച്ചപ്പോൾ എത്രത്തോളം ഗോപുരനിവാസികളാണ് കൊല്ലപ്പെട്ടത്? 1000-ഓളം. ഗോപുരനിവാസികളെ കൊലപ്പെടുത്തിയതിനു ശേഷം അബിമേലെക്ക് പാളയമടിച്ച് പിടിച്ചടക്കിയത് ഏത് പ്രദേശമാണ്? തേബസ്. തേബസിലെ പട്ടണത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്ത്? ബലിഷ്ഠഗോപുരം. അബിമേലെക്കിനെ പേടിച്ച് ബലിഷ്ഠഗോപുരത്തിൻ്റെ മുകൾ തട്ടിലേക്ക് കയറിയത് ആര്? സ്ത്രീ പുരുഷന്മാർ എല്ലാവരും. ഗോപുരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് തീയിടാനായി ഒരുങ്ങുകയും ചെയ്തത് ആര്? അബിമേലെക്ക്. ഗോപുരം അഗ്നിക്കിരയാക്കാൻ ഗോപുരവാതിൽക്കലെത്തിയ അബിമേലെക്കിൻ്റെ തലയോട് ഉടച്ചത് ആര്? ഒരുവൾ തിരികല്ലിൽ പിള്ളയെറിഞ്ഞ്. ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാളൂരി എന്നെ കൊല്ലുക എന്ന് അബിമേലെക്ക് ആരോട് പറഞ്ഞു? തൻ്റെ ആയുധവാഹകനായ യുവാവിനോട്. അബിമേലെക്ക് മരിച്ചെന്ന് കേട്ടപ്പോൾ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോയത് ആര്? ഇസ്രായേൽ ജനം. ഷെക്കേം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ആരാണ് അവരെ ശിക്ഷിച്ചത്? ദൈവം. ഷെക്കേം നിവാസികൾക്കും അബിമേലെക്കിനും ദൈവം തക്ക ശിക്ഷ നൽകിയപ്പോൾ ആരുടെ ശാപമാണ് അവരുടെ മേൽ പതിച്ചത്? ജെറുബ്ബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ. അധ്യായം 10. അബിമേലെക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര്? തോല. തോലയുടെ പിതാവ് പൂവ. പൂവായുടെ പിതാവ് ദോദോ. ദോദോ ഏത് ഗോത്രജനായിരുന്നു? ഇസ്സാക്കർ. തോല എവിടെയാണ് ജീവിച്ചിരുന്നത്? എഫ്രായിം മലനാട്ടിലെ ഷാമിറിൽ. തോല ഇസ്രായേലിനെ നയിച്ചത് എത്ര വർഷം? 23 വർഷം. തോല മരിച്ച് അടക്കപ്പെട്ടത് എവിടെ? ഷാമീറിൽ. തോലയുടെ പിൻഗാമിയായി വന്നത് ആര്? ജായിർ. ജായിർ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? 22 വർഷം. ജായിറിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 30 പുത്രന്മാർ. ജായിറും പുത്രന്മാരും സവാരി ചെയ്തിരുന്നത് എങ്ങനെ? അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു. ജായിറിൻ്റെ 30 പട്ടണങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഹാവോത്ത് ജായിർ. ജായിർ മരിച്ച് അടക്കപ്പെട്ടത് എവിടെ? കാമോനിൽ. ജായിർ മരിച്ചതിനു ശേഷം ഇസ്രായേൽ ആർക്കെതിരെ തിന്മ ചെയ്തു? കർത്താവിനെതിരെ. എങ്ങനെയാണ് ഇസ്രായേൽക്കാർ കർത്താവിനെ പരിത്യജിച്ചതും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തതും? ബാൽദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സേവിച്ചു. സിറിയ, സീദോൻ, മൊവാബ്, അമ്മോൻ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽക്കാരെ കർത്താവ് ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഫിലിസ്ത്യർക്കും അമോന്യർക്കും. ഫിലിസ്ത്യരും അമോന്യരും ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ചത് എങ്ങനെ? ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി. ഗിലെയാദിലുള്ള ഇസ്രായേലിനെ മുഴുവൻ 18 വർഷം പീഡിപ്പിച്ചു. അമോന്യർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു. ജോർദാൻ അക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിനെ അമോര്യർ എത്ര വർഷമാണ് പീഡിപ്പിച്ചത്? 18 വർഷം. അമോന്യർ ജോർദാൻ കടന്ന് ഏതെല്ലാം ഗോത്രങ്ങളോടാണ് യുദ്ധം ചെയ്തത്? യൂദ, ബെഞ്ചമിൻ, എഫ്രായിം. ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചത് എന്ത്? ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തു. കർത്താവ് ഇസ്രായേൽക്കാരെ ആരിൽ നിന്നെല്ലാമാണ് രക്ഷിച്ചത്? ഈജിപ്തുകാർ, അമോര്യർ, അമോന്യർ, ഫിലിസ്ത്യർ, സീദോന്യർ, അമലേക്യർ, മാവോന്യർ. ഇസ്രായേൽക്കാർ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവിൻ്റെ മറുപടി എന്തായിരുന്നു? ഈജിപ്തുകാർ, അമോര്യർ, അമോന്യർ, ഫിലിസ്ത്യർ, സീദോന്യർ, അമലേക്യർ, മാവോന്യർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ചിട്ടും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. എത്ര പേരുടെ കരങ്ങളിൽ നിന്നാണ് കർത്താവ് ഇസ്രായേൽക്കാരെ രക്ഷിച്ചത്? 7.
പോയി നിങ്ങൾ തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ. കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. ആര് ആരോട് പറഞ്ഞു? കർത്താവ് ഇസ്രായേൽ ജനത്തോട്, ഞങ്ങൾ പാപം ചെയ്തു പോയി. അങ്ങേക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യായം വാക്യം എഴുതുക. ന്യായാധിപന്മാർ 10-ാം അധ്യായം 15-ാം വാക്യം. ഇസ്രായേൽക്കാർ ആരെയാണ് തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചത്? അന്യദേവന്മാരെ. ഇസ്രായേലിൻ്റെ കഷ്ടത കണ്ട് രോഷാകുലനായത് ആര്? കർത്താവ്. അമോന്യർ യുദ്ധത്തിനൊരുങ്ങി താവളമടിച്ചത് എവിടെ? ഗിലെയാദിൽ. അമോന്യർക്കെതിരെ ഇസ്രായേലിൽ ജനം താവളമടിച്ചത് എവിടെ? മിസ്പായിൽ. ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞത് എന്ത്? അമോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ.